പിശാച് എന്താണ് തൻ്റെ അരമനയിൽ സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ അതിലെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കണ്ടില്ല എങ്കിൽ അത് കണ്ടിട്ട് തുടർമാനമായിട്ട് കാണുക. ആദ്യം നമ്മൾ പറഞ്ഞത് സോൾസ് ആർ കെപ്റ്റ് ആസ് പ്രിസണേഴ്സ്. നമ്മുടെ ദേഹിയെ അവനെ പ്രിസണിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനകത്ത് എന്തൊക്കെ വരുമെന്ന് പറഞ്ഞു. അഡിക്ഷൻസ്, ഫിയർ, സിന്ന്, ഡെസ്റ്റിനി, നമ്മുടെ ഭാവി, നമ്മുടെ കോളിംഗ് എല്ലാം തന്നെ അത് അവനെ പ്രിസണിൽ വെച്ചിരിക്കുകയാണ്. രണ്ടാമത് സ്റ്റോളൻ ബ്ലെസ്സിങ്, നമ്മുടെ അനുഗ്രഹങ്ങളെ മോഷ്ടിച്ച് അത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ജനറേഷണൽ ബോണ്ടേജസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലഡ് ലൈൻ കേഴ്സസ്, ജനറേഷൻ ഓൾട്ടേഴ്സ്, അതുപോലെ ബ്ലഡ് ലൈൻ കവനൻസ്, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഇതെല്ലാം തന്നെ വെച്ചു ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച വീണ്ടും ജന്മ അനുഭവത്തിൽ വന്നതിന് ശേഷവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, പ്രയാസങ്ങൾ വരുന്നത് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നാം പ്രാർത്ഥിച്ച് ജയമെടുക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞു. ഈ 4ാമത്തെ പറയാനായിട്ടുള്ളത് ഈ ഡെമോണിക് ആയിട്ടുള്ള ഈ അസൈൻമെൻറ്റ്സാണ്. അസൈൻമെൻറ്റ്സും അവൻ്റെ ആ ലിങ്കിങ്ങും, ഡെമോണിക്കായിട്ടുള്ള അസൈൻമെൻറ്റ്സും ലിങ്കിങ്ങും. ഈ സ്ട്രോങ് മാൻ എന്ന് പറയുന്നത് ഒരു റൂളിംഗ് സ്പിരിറ്റാണ്. ആയിരക്കണക്കിന് ഡെമൺസ് ഉണ്ട്. 1000 അല്ല, ലക്ഷം, 10 മില്യൺസ് ആൻഡ് മില്യൺസ്. അതായത് ഒരു ഫോളൻ ഏഞ്ചൽസ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് മാൻ എന്നിങ്ങനെ വല്ലതും പറയുക, അവൻ റിപ്പോർട്ട് ചെയ്യുന്നത് അനേക സ്പിരിറ്റുകൾ അവന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കുട്ടി ദൈവം, കുട്ടി പിശാചെന്നൊക്കെ പറയുന്ന പോലെ അനേക സ്പിരിറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഈ സ്പിരിറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് റിപ്പോർട്ടിംഗ് ടു സ്ട്രോങ് മാൻ. അത് സ്ട്രോങ് മാനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ലീഡറാണ്. അതാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഒരു റൂളിംഗ് സ്പിരിറ്റാണ്. നമ്മൾ റൂളിംഗ് സ്പിരിറ്റിന് അധികാരങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ചന്ദ്രരോഗം ബാധിച്ച ഒരു ബാലനെ കൊണ്ടുവന്നപ്പം ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ പറ്റിയില്ല. അത് നേരത്തെ പോയി എല്ലാവരെയും സൗഖ്യമാക്കിയതാണ്. എന്നാൽ ഈ ചന്ദ്രരോഗം ബാധിച്ച് വന്നതിന് മനസ്സിലാക്കിയില്ല. അവർ ഏത് ടൈപ്പ് ഓഫ് സ്പിരിറ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ പഴയ രീതിയിലൊക്കെ പ്രാർത്ഥിച്ചു കാണും, പക്ഷേ അത് വിട്ടുപോയില്ല. അവിടെ യേശു മേളിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ, മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം യേശുവിനോട് കംപ്ലൈൻറ്റ് പറയുക, ശിഷ്യന്മാർക്ക് അത് കഴിഞ്ഞില്ല എന്ന് പറയും. കാരണം അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ സ്പിരിറ്റും ഒരുപോലെ അല്ല, പല പവേഴ്സുള്ള സ്പിരിറ്റാണ്. യേശു അതിനകത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം ഇല്ലേ നിങ്ങൾക്ക്? 1 വിശ്വാസം, 2 പ്രാർത്ഥന, ഉപവാസം, ഇതെല്ലാം പറയുന്നുണ്ട്. അതൊക്കെ കൂടിയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത്. അതിന് കുറേ ഹയർ ഡിഗ്രി ഉണ്ട്. ഇപ്പം ഈ നമ്മൾ സാധാരണ ഉള്ള സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി, രോഗമുണ്ടാക്കുന്നു അത്. അതുപോലെ സ്പിരിറ്റ് ഓഫ് ഫിയർ, സ്പിരിറ്റ് ഓഫ് ലസ്റ്റ്, സ്പിരിറ്റ് ഓഫ് പ്രൈഡ്, സ്പിരിറ്റ് ഓഫ് പോവർട്ടി, സ്പിരിറ്റ് ഓഫ് ആങ്കർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്പിരിറ്റുണ്ട്. ചില ആളുകളിലൊക്കെ ഉള്ളിൽ ഭയങ്കര പ്രൈഡായിട്ട് സംസാരിക്കാൻ നമുക്കറിയാം. ചില ആളുടെ നാവിൽ നിന്ന് എപ്പോഴും ദാരിദ്ര്യം മാത്രമേ വരുള്ളൂ, അതിനെക്കുറിച്ചേ പറയുള്ളൂ. ചില ആളുകൾ പെട്ടെന്ന് ക്ഷിപ്രകോപികളാവും. ഇങ്ങനെയൊക്കെയുള്ള അനേകം സ്പിരിറ്റുകൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സ്ട്രോങ് മാനാണ്. എന്നിട്ട് സ്ട്രോങ് മാൻ ഇങ്ങനെയുള്ള കുറേ ഒരു കുട്ടി പിശാചുക്കളുടെ ഒരു ഗ്രൂപ്പ് തന്നെ അവൻ്റെ കീഴിലുണ്ട്. അടുത്ത ഒരു കാര്യം, അവനെ അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ കൊട്ടാരത്തിൽ അവൻ സൂക്ഷിച്ചിരിക്കുന്നത് ട്രഷേഴ്സ് ബിലോങ്ങിങ് ടു ഗോഡ്സ് പീപ്പിൾ. ദൈവത്തിൻ്റെ മക്കൾക്ക് കിട്ടേണ്ട നന്മകളെ അവൻ അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ദൈവം തൻ്റെ മക്കൾക്ക് ഒരുപാട് നന്മകൾ കൊടുക്കാനായിട്ടാകും. നിങ്ങൾ ചോദിക്കും, ദൈവമക്കളാകുമ്പം ദൈവത്തിൻ്റെ അവകാശം ഉണ്ട്. ദൈവത്തിൻ്റെ അവകാശവും നന്മകളും എല്ലാം നമ്മൾ പ്രാപിക്കാനായിട്ടുള്ളവരാണ്. എന്നാൽ ഇത് പ്രാപിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? അത് നമ്മുടെ കുഴപ്പമാണ്. അത് പിശാച് അതവിടെ പിടിച്ചു വച്ചിരിക്കുകയാണ്. പല കാര്യങ്ങളും നമ്മളതിൽ നിന്ന് പിടിച്ചെടുക്കണം. യെശയ്യാവ് 45:3 ഇത് നമ്മൾ പലപ്പോഴും പ്രോമിസായിട്ട് ഇതെടുത്ത് നമ്മൾ സംസാരിക്കാറുണ്ട്.
ദൈവം നമുക്ക് തരുന്ന പ്രോമിസ്. അത് പ്രോമിസ് തന്നെയാണ്. പ്രോമിസായിട്ട് ഇരുന്നാൽ പോരാ, ആ പ്രോമിസ് നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ എഴുതിയേക്ക്, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. സോ ദ ട്രഷേഴ്സ് ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ഹിഡൻ റിച്ചസ് ഓഫ് സീക്രട്ട് പ്ലേസസ്. ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, ഹിഡൻ റിച്ചസ് ഓഫ് സീക്രട്ട് പ്ലേസസ്, രഹസ്യത്തിലെ ധനശേഷണം എന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്താണ് സംഭവം? അതിനെക്കുറിച്ച് ഇരുട്ടിലെ നിക്ഷേപം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇരുട്ടിലെ നിക്ഷേപം കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതെല്ലാം ആത്മീയമായിട്ട് ചിന്തിക്കുക. നമ്മൾ ഇരുട്ടിലെ നിക്ഷേപം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം കുറേ കാശ് വരും, അല്ലെങ്കിൽ എനിക്ക് നിധി കിട്ടും, അങ്ങനെയുള്ളത്. ഇരുട്ടിലെ നിക്ഷേപം, മറവിടങ്ങളിലെ ഗുപ്തനിധി എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ഡിവൈനായിട്ടുള്ള കാര്യങ്ങളാണ്. ഡിവൈൻ, ഹോളി ആയിട്ടുള്ള ദൈവത്തിൻ്റെതാണ്. ഡിവൈൻ ഗിഫ്റ്റ്സ്, ദൈവത്തിൻ്റെ വരങ്ങൾ. ചില ആൾക്ക് പ്രാർത്ഥിക്കുമ്പോഴേ ദർശനങ്ങളെ കിട്ടും, സ്വപ്നങ്ങളെ ദൈവം കൊടുക്കും. അത് ഡിവൈൻ ഗിഫ്റ്റ്സ് ആണ്. ഡിവൈൻ കോളിംഗ്, ചില ഡിവൈൻ കോളിംഗ് ദൈവം വിളിച്ച് ചില കാര്യങ്ങൾ ചെയ്യിക്കും, അയാൾ കൂടി ചെയ്തെടുക്കും. അതുപോലെ ഡിവൈൻ ഡെസ്റ്റിനീസ്, ഫ്യൂച്ചറിലെ പല കാര്യങ്ങളെ, ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ദൈവം കൊടുക്കും. ഇതൊക്കെ മറവിടങ്ങളിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഡിവൈനായിട്ടുള്ള ഫൈനാൻസിൻ്റെ കാര്യങ്ങൾ, ഈ ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞ അവസരങ്ങൾ, അതിന് കുറേ സൈക്കിൾസും പാറ്റേൺസും ഒക്കെ ഉണ്ട്. ഈ അവസരങ്ങൾ നമ്മൾ നോക്കുന്ന പോലെ അവസരങ്ങൾ എപ്പോഴും മുമ്പിൽ കാണത്തില്ല. ഇതൊക്കെ വരുത്താനായിട്ട് ഇതെല്ലാം പലതും, ഈ ട്രഷേഴ്സ് എല്ലാം ദൈവത്തിൻ്റെ മക്കളുടെ അവിടെ പിടിച്ചു വെച്ചിരിക്കുക. ദൈവത്തിൻ്റെ മക്കളായി എന്ന് പറഞ്ഞാൽ എല്ലാം ഇതിങ്ങനെ വന്നു കയറത്തില്ല. ഇപ്പം നിങ്ങൾ തന്നെ ചില ആളുകൾ ഒരു ഭവനം വെക്കാനായിട്ട് തുടങ്ങി, എന്നാൽ ആ ഭവനം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പണം കിട്ടുന്നില്ല. ഉദ്ദേശിച്ച കാര്യം അന്നൊരു ലോൺ എടുക്കാമെന്ന് വെച്ചു. ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ലോണ് സാങ്ഷനായി, പക്ഷെ അതിന് കൊടുക്കേണ്ട എല്ലാ പേപ്പറും കൊടുത്തില്ല. അവിടെ ഒരു തടസ്സം. ഈ കാര്യങ്ങൾ ഒക്കെ ഒഴിവായി എടുക്കണമെങ്കിൽ അതിനകത്തൊക്കെ ചിലപ്പോൾ എല്ലാത്തിനകത്തും കാണണമെന്നില്ല, എന്നാലും മിക്കവാറും ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ ഒരു ഡെമോണിക് അസൈൻമെൻ്റ് വഴി വരുന്നതാണ് പലതും. എന്ന് പറഞ്ഞാൽ ഈ കുട്ടി പിശാചുക്കൾ പലതും ഇതെല്ലാം ചെയ്ത് നമ്മളിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ നമ്മുടെ കോളിങ്ങുകൾ, ഈ കോളിംഗ് ഒക്കെ നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാം. ദൈവം നമ്മളെല്ലാം വിളിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ നഷ്ടപ്പെടുന്നത്? ഈ കോളിങ്ങിൽ നമ്മൾ നിലനിൽക്കാത്തതുകൊണ്ട് തന്നെയാണ്. ദൈവം വിളിച്ചു എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുകയും അതനുസരിച്ച് അത് നമ്മൾ വളർത്തുകയും വേണം. യോസഫ് എങ്ങനെയാണ് കോളിങ്ങിൽ വന്നത്? യോസഫ് പല സിറ്റുവേഷനിൽ കൂടി കടന്നുപോയെങ്കിലും ആ സിറ്റുവേഷന് അടിമയായില്ല. അവൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സൈക്കിൾസ് ആൻഡ് പാറ്റേൺസ് ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അതിൽ കൂടി എല്ലാം കടന്നുപോയിട്ട് അൾട്ടിമേറ്റ്ലി അവന് ദൈവത്തിൻ്റെ ആ പർപ്പസിൽ വരാനായിട്ട് സാധ്യമായി. കുറച്ച് ട്രയൽസൊക്കെ ഉണ്ടാവും, അതൊക്കെ ദൈവം അനുഭവിച്ചിട്ടുള്ള ട്രയൽസും കാണും. എന്നാൽ അതൊക്കെ നമുക്ക് ഫാസ്റ്റാക്കി എടുക്കാനായിട്ട് പറ്റും. അതാണ് പറയുന്നത്. ഇതെല്ലാം നമുക്ക് ഫാസ്റ്റാക്കി എടുക്കാൻ പറ്റും നമ്മളത് റിയലൈസ് ചെയ്യാമെങ്കിൽ. അതുകൊണ്ട് അഞ്ചാമത്തെ കാര്യം, ട്രഷേഴ്സ് ബിലോങ്ങിങ് ടു ഗോഡ്സ് പീപ്പിൾ, ദൈവത്തിൻ്റെ മക്കൾക്കുള്ള നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്നത് റിലീസ് ചെയ്യാം. അടുത്ത ആറാമത്തെ കാര്യം, നിയമപരമായ അവകാശം. നിയമപരമായ അവകാശങ്ങളിൽ അതിൻ്റെ ഓണർഷിപ്പ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അത് ദൈവത്താൽ നിർദ്ദേശിച്ച നിയമമാണ്. അത് അവന് തടഞ്ഞു വച്ചിരിക്കുകയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയാം. ഈ ലോകത്തിലും സ്പിരിച്വൽ ലോകത്തിലുമുള്ള എല്ലാ സ്പിരിച്വലായും ദൈവമാണ് ഉണ്ടാക്കിയത്. മനുഷ്യൻ പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ പോലും പലതും അതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞ സ്പിരിച്വലാണ്. എന്നാൽ ദൈവം ഉണ്ടാക്കിയ സ്പിരിച്വൽ എന്ന് പറയുന്നത് നമുക്ക് വിധേയമാണ്. സ്പിരിച്വൽ റൈറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്.
എന്നാൽ അതിന് മേളിൽ ഈ പിശാച് വന്നിട്ട് ഒരു മേലെഴുത്തെഴുതും. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മുടെ നിരൂപണങ്ങൾ അറിഞ്ഞ് ദൈവം നമുക്കൊരു എഴുത്തെഴുതിയിട്ടുണ്ട് നമ്മളെക്കുറിച്ച്, നമ്മുടെ ഡെസ്റ്റിനിയെക്കുറിച്ച്. എന്നാൽ അതിന് മുകളിൽ ഒരു മേലെഴുത്ത് പിശാച് വന്നു എഴുതി. കൊലോസ്യർ 2:14 അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കിക്കളഞ്ഞു. ഈ വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത് എന്നൊക്കെ പറയുമ്പോൾ പലരും അതങ്ങ് ജനറലൈസ് ചെയ്യും. എന്തോ ജനറലൈസ് ചെയ്യുന്നേ? പാപത്തിൻ്റെ ശിക്ഷയും അതുപോലെ നരകത്തിലുള്ള നമ്മുടെ ജഡ്ജ്മെൻറ്റും ഇതൊക്കെയാണ് നമ്മുടെ വിരോധവും പ്രതികൂലവുമായ കൈയെഴുത്ത്. അങ്ങനെ അങ്ങ് പറയേണ്ട ആവശ്യമുണ്ടോ? വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെയാണ് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരെയോ? നരകത്തിൽ നിങ്ങൾ പോകുന്നതിന് നിങ്ങളെ വിടുവിച്ചു എന്നങ്ങ് പറഞ്ഞാൽ പോരെ? ഇത് അങ്ങനെ തന്നെ പറയാനുള്ള കാര്യം വിരോധവും പ്രതികൂലമായ ഒരു കൈയെഴുത്ത് ഉണ്ടായതുകൊണ്ടാണ് പറയുന്നത്. അത് ഈ വിരോധമായ എഴുത്തുകൾ നമ്മൾ വചനത്തിൻ്റെ ശക്തിയാൽ ജയിക്കണം. ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്, അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഈ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ് അതിനെ സ്പോയിൽ ചെയ്ത് കർത്താവ് സ്പോയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അതില്ല. പക്ഷേ ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലാവണമെങ്കിൽ നിങ്ങൾ അതിന് ശക്തി പ്രാപിക്കണം. അതിന് വേറൊരു വിഷയമാണ്, അത് പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഈ വിരോധമായ എഴുത്തുകൾ അതെല്ലാം നമ്മുടെ മേളിലുള്ള മുഴുവൻ നമ്മൾ മായ്ച്ചു കളയണം. അതെല്ലാം പിശാച് പിടിച്ചു വച്ചിരിക്കുക. പല അറിയത്തില്ല, ആൾക്ക് അറിയത്തുമില്ല. ലീഗലായിട്ടുള്ള ഇൻഡെപ്റ്റ്നെസ്, നമ്മളിലുള്ള ചാർജുകൾ, വേറെ രീതിയിൽ പറഞ്ഞാൽ നമുക്ക് എതിരായിട്ടുള്ള ചില ഡിക്രികൾ. ഈ ഡിക്രി എന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ് ഓർഡേഴ്സ് പോലുള്ള സാധനങ്ങളാണ്. അതുപോലെ ചില അൺഫേവറബിൾ റെക്കോർഡ്സ്, നമ്മുടെ ചില കടപ്പാടുകൾ, ഒബ്ലിഗേഷൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അൺഫേവറബിളായിട്ടുള്ള ചില റെക്കോർഡ്സ്, ഇതെല്ലാം സ്പിരിച്വൽ വേൾഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ വഴിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റർ വഴിയായിട്ടോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴിയായിട്ടോ നിങ്ങളുടെ ചിന്തകൾ വഴിയായിട്ടോ നിങ്ങളുടെ വാക്കുകൾ വഴിയായിട്ടോ ഇതൊക്കെ സ്പിരിച്വൽ വേൾഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് മേലായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം ഈ സ്ട്രോങ് മാൻ അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുക. അതുകൊണ്ട് ഇതിനകത്ത് നിന്നെല്ലാം നമ്മൾ വിടുതൽ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ ഡെലിവറൻസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ പർപ്പസിലേക്ക് എത്തുള്ളൂ. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ ലൈഫിലുള്ള ഫോക്കസിൽ നിന്ന് നിങ്ങളെ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം IAS പാസ്സാവണം അല്ലെങ്കിൽ IFS പാസ്സാവണം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാനായിട്ട് തീരുമാനിച്ചിറങ്ങുമ്പോൾ അതിനകത്തുനിന്ന് ഒരുപാട് ഡീവിയേഷന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പറഞ്ഞു കാണും, ഇത് ഭയങ്കര പാടാണ്, എനിക്ക് പാസ്സാവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ തന്നെ പറയുക, നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ വാവുണ്ട്. അത് ഈ ക്രീച്ചേഴ്സ് കേട്ടോണ്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഈ അന്തരീക്ഷത്തിലെ ഫ്രീക്വൻസീസ് ക്രിയേറ്റ് ചെയ്ത് അവർ കേട്ടു. അന്നേരം അവർക്കിനി അത് പഠിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് യു ക്രിയേറ്റ് ആൻ ഓർഡിനൻസ് ഓർ ഒരു കയ്യെഴുത്ത് അല്ലെങ്കിൽ ഒരു ലീഗൽ തിങ്, അൺഫേവറബിൾ റെക്കോർഡ് അങ്ങ് ഉണ്ടാക്കിക്കോ എന്ന് ആ കുട്ടിപ്പിശാചിനോട് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ അങ്ങ് എഴുതി ഹാർഡായി. ഓരോ പ്രാവശ്യവും പഠിക്കാതിരിക്കുമ്പോൾ ഉറക്കം വരിക, ഓരോ പ്രാവശ്യവും പഠിക്കാതിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുക. എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ആദ്യം പ്രിലിമിനറി എഴുതിയപ്പോൾ ഒട്ടും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, അയ്യോ ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് പറ്റത്തില്ല, കളഞ്ഞു. ഇതാരാ ക്രിയേറ്റ് ചെയ്ത്? ഈ വിരോധമായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത എഴുത്തുകൾ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ നിങ്ങളുടെ ചിന്ത കൊണ്ടോ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ വന്നാണ്.
ഇതെല്ലാം സാത്താൻ അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിരിക്കുക. എന്താണ് പർപ്പസ്? ദൈവം നിങ്ങളെക്കുറിച്ചൊരു പർപ്പസ് ഈ ലോകത്തിലാക്കിയിട്ടുണ്ടുണ്ട്. നിങ്ങളൊരു പർപ്പസ് ചെല്ലണം. ആ റെസ്പോൺസിബിൾ പൊസിഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് നിങ്ങൾ പല കാര്യങ്ങളെ ഗവേൺ ചെയ്യണം. ഗവേൺ ചെയ്യുമ്പോൾ അവിടെയുള്ള തിന്മകൾ മാറണം, പിശാചിൻ്റെ കോട്ടകൾ അവിടെ ഇടിയണം എന്ന് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി നടത്തിയെടുക്കാനായിട്ട് പിശാച് സമ്മതിക്കുകയില്ല. ഇതാണ് ലീഗൽ റൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക. നമ്മുടെ വാക്കുകൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലീഗൽ റൈറ്റ്സ്, ഈ നിയമപരമായ അവകാശങ്ങൾ അവൻ കൈക്കലാക്കി അവൻ സൂക്ഷിക്കുക. എന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് 6 കാര്യങ്ങളാണ് പറഞ്ഞത്. 6 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, അവൻ അരമനയെ സൂക്ഷിക്കുക, നമ്മുടെ സോൾസിനെ സൂക്ഷിക്കുന്നു പറഞ്ഞു. 2, സ്റ്റോളൻ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറഞ്ഞു, സ്റ്റോളൻ ബ്ലെസ്സിങ്. 3 പറഞ്ഞു ജനറേഷണൽ ബോണ്ടേജസ് അവൻ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. 4, ഡെമോണിക് അസൈൻമെൻറ്റ്സ്, നമ്മുടെ മേളിലെ ഡെമോണിക് അസൈൻമെൻറ്റ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. 5, ട്രഷേഴ്സ് ബിലോങ്ങിങ് ടു ഗോഡ്സ് പീപ്പിൾ, ദൈവത്തിൻ്റെ മക്കൾക്കുള്ള ട്രഷേഴ്സ്. 6 പറഞ്ഞത് ലീഗൽ റൈറ്റ്സ്, നമ്മുടെ മേലിലെ വിരോധമായിട്ടുള്ള എഴുത്തുകൾ ഒക്കെ അവൻ സൂക്ഷിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം നമ്മൾ അതെല്ലാം അവൻ്റെ നിന്ന് പിടിച്ചെടുക്കണം. അതാണ് നമ്മളെ കൊണ്ടാകുന്നത്. അവനിൽ നിന്ന് ഈ സ്പോയിൽസ് നമ്മളെ പിടിച്ചെടുത്ത് കഴിയുമ്പോൾ അവൻ്റെ ശക്തിയിൽ കുറയും. അന്നേരം അവനെ പിടിച്ചു കെട്ടാം. ഇതാണ് അവൻ്റെ ശക്തി. ഇപ്പോൾ ഉദാഹരണം പറയാം, അതിനെന്താ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. 2 സൈഡിലെ യുദ്ധം നടക്കാന്നിരിക്കട്ടെ. ഒരിടത്ത് 10 ലക്ഷം പടയാളികളുണ്ട്, ഒരിടത്ത് 1 ലക്ഷം പടയാളികളുണ്ടെങ്കിൽ ഈ 10 ലക്ഷം പടയാളികൾക്കല്ലേ പവർ കിട്ടുന്ന 1 ലക്ഷം പടയാളികൾക്കാണ്? അല്ല. അതുകൊണ്ട് അവൻ ഈ 10 എന്നുള്ളത് 15 ആക്കിയാൽ അവന് കുറെ കൂടെ ശക്തിയായി എന്ന് പറയുന്നത് പോലെ പിശാച് ഈ സോൾസിനെ മുഴുവൻ പിടിച്ച് അടിമയാക്കി അവൻ്റെ കയ്യിലിരുത്തിയാണ്. ഓരോരുത്തരെയും നമ്മൾ അതിൽ നിന്ന് വിശ്വാസത്തിൽ പുറത്ത് കൊണ്ടുവരുമ്പോഴേ, അല്ലെങ്കിൽ ഓരോരുത്തരെയും അതിൽ നിന്ന് നമ്മൾ ഇവാഞ്ചലിസം വഴി ദൈവവചനം കൊടുത്തിട്ട് അതിനെ പുറത്ത് കൊണ്ടുവരുമ്പോഴേ അവൻ്റെ ശക്തി കുറഞ്ഞു വരികയാണ്. ഈ 4 ഗേറ്റുകളും അങ്ങ് ഇല്ലാതെയായിത്തീരുന്ന അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമുക്കതിനു വേണ്ടി ശക്തി പ്രാപിക്കണം. ആത്മീയ ശക്തിയാണ്, ഈ ലോകത്തിൻ്റെ ശക്തിയല്ല, ആത്മീയ ശക്തി. ഈ ആത്മീയ ശക്തി നമ്മൾ പ്രാപിച്ചു വേണം ഇത് ഫൈറ്റ് ചെയ്യാൻ. ഈ ദിവസങ്ങൾ ദൈവം അതിന് കൃപ തരട്ടെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്ന, നമ്മൾ സീരിയസ് ആയിട്ട് ഈ വിഷയങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. നമ്മുടെ ജീവിതങ്ങളിൽ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നോക്കിയാൽ, നമ്മുടെ പഴയ ജീവിതങ്ങളിലൊക്കെ നോക്കിയാൽ ഈ തലങ്ങളിലൊക്കെ എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെന്ന് എൻ്റെ ജീവിതം എടുത്തു നോക്കി എനിക്കറിയാം. പല രീതിയിലുണ്ട്. അതിൽ നിന്നൊക്കെ ഞാൻ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും ജീവിതങ്ങൾ അങ്ങനെയാണ്. ഇത് പറയുന്ന സമയത്ത് പോലും ഈ ചില കാര്യങ്ങളിൽ എന്നെ പിശാച് ചില കാര്യങ്ങൾ എൻ്റെ റൈറ്റ്സ് എടുത്തു വെച്ചിരിക്കുകയാണ്. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവം നിന്ന് വിടുതൽ തരാൻ. അതുകൊണ്ട് ദൈവം വിടുതൽ തരുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പോലും, അല്ലെങ്കിൽ ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയും ഈ വിടുതൽ ഏറ്റെടുക്കുകയും ചെയ്യണം. അത് നമ്മുടെ ഒരു അവകാശമാണ്. എങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ലൈഫിലെ ആ പർപ്പസിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യണം. നമ്മൾ കളിക്കുന്നത് ഈ ലോകത്തിലുള്ള നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല. ഇത് സ്പിരിച്വൽ ത്രോണിന് എഗൻസ്റ്റായിട്ടാണ്, സൈറ്റാനിക് ത്രോണിന് എഗൻസ്റ്റായിട്ടാണ്. അവൻ ഭയങ്കര ശക്തിയുള്ളവനാണ്. എന്നാൽ അവനെ ഡിസാം ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ, ക്രൂശ് മരണത്താൽ അവനെ ഡിസാം ചെയ്തു എന്ന് നമ്മളറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ദൈവവചനത്താലും നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ നാളുകൾ ഈ സ്പിരിച്വൽ ലോസിൽ കീഴ്പ്പെട്ടുകൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞു ആത്മീയ ലോകത്തിലൊരു ലോ ഉണ്ട്. ആ ലോ പ്രകാരമേ നമ്മൾ എല്ലാം വർക്ക് ചെയ്യുള്ളൂ. ആ ലോയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. ആ ലോ എന്താണെന്നൊക്കെ നമുക്ക് ഈ വരുന്ന എപ്പിസോഡിലൊക്കെ നമുക്ക് ചിന്തിക്കാം. ഇനിയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഈ സ്ട്രോങ് മാനിൻ്റെ ഈ റൂളിങ്, അവന് മേളിൽ നിൽക്കുകയല്ലേ, അവന് ഉയരത്തിൽ നിൽക്കുന്ന ആ സ്ട്രോങ് മാനിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രോങ് മാനിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിലേ അവനെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അതായത് എന്തൊക്കെയാണ് അവനിൽ നിന്ന് പിടിച്ചെടുക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അവൻ്റെ ശക്തി, അല്ലെങ്കിൽ അവൻ ഏത് രീതിയിലാണ്, അവൻ ഏത് നേച്ചറാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അടുത്ത എപ്പിസോഡ് നിങ്ങളെ സൂക്ഷ്മയോട്
നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അതുപോലെ പ്രയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ വചനം അവർ ക്രിയേറ്റ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലിൽ എഴുതിയ വിരോധമായിട്ടുള്ള എല്ലാ എഴുത്തുകളും എല്ലാ കൈയെഴുത്തുകളും യേശുവിൻ്റെ രക്തത്താൽ മായ്ക്കുന്ന ദൈവം, അത് ഞങ്ങളുടേതായി തീരുവാൻ കർത്താവെ ഞങ്ങളെ ഇടവരുത്തണമേ. അത് ഞങ്ങൾ ഏറ്റെടുക്കുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ വലിയ ഡെലിവറൻസ് ആവശ്യമുണ്ട്. പല മേഖലകളിൽ ഡെലിവറൻസ് ആവശ്യമുണ്ടല്ലോ. എങ്കിൽ മാത്രമേ നിൻ്റെ ആ ഫോക്കസിൽ നീ ഉദ്ദേശിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസിൽ ഞങ്ങൾ എത്തിച്ചേരുള്ളൂ. അത് ഞങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവെ ഈ ദിവസങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ നിരാശയുടെ ഘട്ടങ്ങളെ, പ്രയാസങ്ങളുടെ ഘട്ടങ്ങളെ, രോഗങ്ങളുടെ ഘട്ടങ്ങളെ ഒക്കെ ഉള്ളവരുണ്ട്. സ്തോത്രം. ഒരു വ്യക്തി ഇതിനകത്ത് ഇപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വിദേശത്താണ്. 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നു. ഇന്ന് നിങ്ങൾക്ക് സൗഖ്യം വരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ കവർന്നു കൊണ്ടുപോയ ആ റൈറ്റ് നിങ്ങളുടെ അവകാശമാണ്. അടുത്ത തലമുറ ആ റൈറ്റ് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് യേശുക്രിസ്തു നിങ്ങൾക്ക് ആ റൈറ്റ് അവകാശം തരികയാണ്. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, ആ വ്യക്തിയിലേക്ക് നീ അയച്ചിരിക്കുന്ന ആ അനുഗ്രഹത്തിനായിട്ട് സ്തോത്രം. ഉയരത്തിലുള്ളതിൻ്റെ നല്ല ദാനങ്ങളാൽ നിറയ്ക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിൻ്റെ ലോയുടെ കീഴിൽ, സ്പിരിച്വൽ ലോയുടെ കീഴിൽ നിന്ന് ആ വാക്തത്വം ഏറ്റെടുക്കുവാൻ കർത്താവേ പ്രിയ ദാസിയെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യെസ്, എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ വന്നു ചേരുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.